നല്ല നമസ്കാരം. ദിനദരികൃതവും ആരംഭിക്കുകയാണ്. പനി പിടിച്ച് കേരളം ഒരു പരുവത്തിലായി. അപ്പോഴാണ് തിരുവനന്തപുരം നഗരസഭ വാർഡ് അടിസ്ഥാനത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തിയത്. ഏതൊക്കെ വാർഡുകളിലാണ് പനി കൂടുതൽ? കണക്ക് നോക്കിയപ്പോൾ BJP കൗൺസിലർമാരുടെ വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ ഉള്ളതത്രേ. സമ്മതിക്കണം. പനിക്കും കൊതുകിനും വരെ രാഷ്ട്രീയ മാനം നൽകുന്ന നഗരസഭകൾക്ക് നല്ലത് മാത്രം വരുത്തണേ എന്നാശംസിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ദിനദരികൃതവും ആരംഭിക്കുകയാണ്. സിംഹാസനത്തിലിരിക്കുന്ന സ്വാമിമാരോട് സംസ്ഥാന മന്ത്രിമാർക്കുള്ള സന്ദേശം എന്താണെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. വേദിയിൽ ആത്മീയ നേതാവിന് സിംഹാസനവും ജനപ്രതിനിധികളായവർക്ക് സാധാ കസേരയും സർക്കാർ പരിപാടിയിൽ സജ്ജീകരിച്ച സംഘാടകരെ വിരട്ടുന്നതായിരുന്നു മന്ത്രിയുടെ പ്രകടനം. വേദിയിൽ കിടന്ന സിംഹാസനം പൊക്കി താഴെയിട്ട് കൊടുത്തു. ഇത് കണ്ട് വേദിയിൽ കയറാതെ പോയ ആത്മീയ നേതാക്കളിൽ ഒരാളെ മന്ത്രി മൈൻഡ് പോലും ചെയ്തില്ല. കമാൻഡർ മഹേഷേ എന്ന നിലയിലായിരുന്നു മന്ത്രിയുടെ പെർഫോമൻസ്. ക്രൈസ്തവ പുരോഹിതന്മാരും മുസ്ലിം പുരോഹിതന്മാരും അവരുടെ വസ്ത്രങ്ങൾ പാദം വരെ നിങ്ങൾ ഒരു തരത്തിലും നമ്മുടെ ജനങ്ങളുടെ അനുസരവുണ്ട്. പക്ഷെ ചില ഹിന്ദു സ്വാമിമാർ ശരീരത്ത് വസ്ത്രം ധരിക്കാതെ അത് ശരിയല്ലാതെ ഇവിടെ ഇപ്പോഴുള്ളത്. എവിടെയാ BJP RSS ഉള്ളത്? കുറെ നഗ്ന സന്യാസിമാര് ഉടുതുണിയില്ലാതെ ശൂലവും കൊണ്ട് നടക്കുക. ആ സംസ്കാരമാണോ ഇന്ത്യക്ക് വേണ്ടത്? എന്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? അല്ലേ കലിപ്പ് തീരണില്ലല്ലേ? കളിപ്പ് കട്ട കളിപ്പ് കളിപ്പ് കട്ട കളിപ്പ്. ഞാൻ മാറൂല. കളി നമ്മളോട് കളച്ചുപോയി. അല്ലാതെ അവിടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതായിട്ടുള്ള സ്വാമിയൊന്നും അവിടെ വന്നില്ല. ഞാൻ വരുന്നത് വരെ എന്തായിരുന്നാലും ഉണ്ടായിരുന്നില്ല. അവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ആയിട്ടുള്ള സ്വാമിയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം വേദിയിലേക്ക് നോക്കുക പോലും ചെയ്തില്ല. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അദ്ദേഹം നേരെ വന്ന് കുളത്തിൽ വന്ന് ചില പൂജ നടത്തിയിട്ട് അപ്പടി തന്നെ തിരികെ പോകാണ് ഉണ്ടായത്. ഇല്ല, നമ്മുടെ സർക്കാരിൻ്റെ പരിപാടികളല്ലേ, അവിടെ പ്രത്യേക സിംഹാസനമൊന്നും നല്ലതല്ല. അത് ആർക്കു വേണ്ടിയാണെങ്കിൽ. എന്നാൽ കടകംപള്ളിയുടെ ജനകീയ നിലപാടുകളെ മൈൻഡ് ചെയ്യാതെ സിംഹാസനത്തിലിരിക്കുന്ന മഠാധിപതിക്ക് ആപ്പിൾ കൊടുത്ത മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്കും G. സുധാകരനും കളം മാറ്റിച്ചവിട്ടി. മഠാധിപതിയുടെ സിംഹാസനം തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി ചുമ്മി മാറ്റിയപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന മറ്റൊരു മഠാധിപതിയെ നേരിട്ട് കണ്ടാണ് ആലപ്പുഴയിൽ മന്ത്രിമാർ സിംഹാസന രാഷ്ട്രീയത്തിലെ സിമ്പിൾ ലോജിക്ക് അവതരിപ്പിച്ചത്. നിയമസഭാ സ്പീക്കറുടെ സിംഹാസനം എടുത്ത് തോട്ടിക്കളഞ്ഞ ടീംസാണിപ്പോൾ മര്യാദാ മാമന്മാരായി ഇരിക്കുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ഇത്രയും കാലം നീ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേ? ഇങ്ങനെ വിഡ്ഢിയാക്കുന്നതിലും ഭേദം കൊല്ലുകയായിരുന്നില്ലേ? ഇനി പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്ന ആശങ്കയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ സങ്കടങ്ങളാണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെത്തിയപ്പോൾ തന്നെ ആന്റണി പറഞ്ഞതാണ്, മക്കളെ, നിങ്ങളുടെ ജനകീയ അടിത്തറ നഷ്ടമായിരിക്കുന്നു, പരസ്പരം തമ്മിൽ തല്ലാതെ മര്യാദയ്ക്കിരിക്കൂ എന്ന്.
പിണറായി സർക്കാരിൽ ഒരു വർഷം പിന്നിട്ട കോൺഗ്രസിന് എന്താ പറ്റിയതെന്ന കാരണം ദിനദലികടവും അന്വേഷിക്കുകയാണ്. അടുത്ത വർഷം കോൺഗ്രസിനും കേരളത്തിലെ കോൺഗ്രസിനും ഇന്ത്യയിലെ കോൺഗ്രസിനും കൂടുതൽ നേട്ടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വർഷമായിരിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. അതിനുവേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരുടെ പങ്ക് വഹിക്കണം, അതിനായിരിക്കണം ശ്രദ്ധിക്കണം. അതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഇടപെട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. അതിന്റെ പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ ഇയാളെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി ഈ നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതാണ് ആന്റണിയുടെ ഉപദേശം സ്വീകരിച്ച മുൻ KPCC പ്രസിഡന്റ് K മുരളീധരനും കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താനും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കാരണം. പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭരണമില്ലെങ്കിൽ എന്താ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ജോലി മറ്റു ചിലർ ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, മുരളീധരൻ ആരാ ഈ പാർട്ടിയെ കുറിച്ച് പറയാൻ? അയാൾക്ക് എന്താ അവകാശം? പാർട്ടി പ്രസിഡന്റിന് പകരം ആരും ഇരുന്ന് കുരയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുരച്ചാൽ അതിന് പരമ ഉച്ചത്തോടുകൂടെ തന്നെ ഞങ്ങൾ തള്ളി. കഴുതക്കാമം കരഞ്ഞു തീർത്തു. അതിനപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിന്റെ അതിന് മറുപടി പറയാനില്ല. ഈ വീട്ടുകാർ സംസാരിക്കുന്നിടത്ത് കുശിനിക്കാരൊന്നും സംസാരിക്കരുത്. ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കുശിനിപ്പടി ചെയ്തു. ഞാനതിൽ അഭിമാനം കൊള്ളുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തത്, എൻ്റെ പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല. ഏതായാലും 2 തവണ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം തലസ്ഥാന നഗരിയിൽ നിന്ന് 2 തവണ വിജയിച്ച് പാർട്ടിക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്. അവിടെ കാർത്തികേയൻ ജയിച്ചു, മോഹൻകുമാർ ജയിച്ചു. അവരുടെയൊക്കെ സേവന ഫലമായി ഏത് കുറ്റിച്ചൂര് വന്നാലും വട്ടിയൂർക്കാവ് ജയിക്കും. രണ്ടുപേരും വിളിച്ചിട്ട് വിഷം മേടിച്ചിട്ട് വായ ഒഴിച്ചതരാവോ? അവൾക്ക് വെള്ളച്ചിലെത്തിരി കൂടുതലാ. ഒരു കൈ നോക്കുന്നോ? കൈ ഇപ്പൊ തന്നെ നോക്കാം. കോൺഗ്രസിന് അപമാനം ഉണ്ടാക്കാനോ മറ്റേ ഇമ്മോറൽ ട്രാഫിക്കിന് പ്രതിയായിട്ടില്ല. അത് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നയാൾ. അപ്പൊ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. 2 തവണ ജനങ്ങളാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചു വന്നതിന് ശേഷം 2 തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ അഭിമാനം സംരക്ഷിച്ച ഒരാളാണ് ഞാൻ ഏതായാലും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ ഇതിനെ വാസവദത്ത ജീവിച്ചിരുന്ന ഇപ്പം എനിക്കെതിരെ കേസ് കൊടുക്കും. മുരളീധരൻ്റെ പേരും വാസവദത്തയുടെ പേരുടെ കൂട്ടി വായിച്ചതിന് അവർക്കും ക്ഷീണമാണ്. അങ്ങനെ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ അനാശാസ്യ നടപടി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അതൊക്കെ പരമ പുച്ഛത്തോടുകൂടെ തള്ളുക. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും, പഴയത് കൂടാതെ. അതുകൊണ്ട് ഞാൻ അയാളുടെ ചാരിത്രത്തെക്കുറിച്ചൊന്നും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണാടിയിൽ മുഖം വികൃതമായതിന് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. വരാന്തയിലൊന്ന് കയറി കിടന്നോട്ടോന്ന് ചോദിച്ചു, കിടന്നു. മഴ പെയ്തപ്പോൾ പറഞ്ഞ് അകത്തോട്ട് കിടന്നോട്ടോന്ന് ചോദിച്ചു, അകത്ത് കയറി കിടന്നു. അകത്ത് കയറി കിടന്ന ആളിപ്പോൾ കൊച്ചമ്മയുടെ നായരാന്ന് പറഞ്ഞാൽ അത് രാജ്മോഹൻ ഉണ്ണിത്താൻ അംഗീകരിക്കില്ല. അത് വേറെ ആളുടെ അടുത്ത് പറഞ്ഞാൽ മതി. ആരെങ്കിലും എന്തെങ്കിലും അവശബ്ദങ്ങൾ ഏത് ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയാലും അതിനെയൊന്നും ഗൗരവത്തിൽ കാണേണ്ട ആവശ്യമില്ല. കരുണാകരന്റെ മകനല്ല ഈ മുരളീധരനെങ്കിൽ ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ കോൺഗ്രസ് പാർട്ടി ആവില്ല. എഴുതിയിട്ടോ?